ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ടു സോൾവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതിനുള്ള ഷോർട്ട് കട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെ ഷോർട്ട് കട്ട് പഠിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ക്യൂബ് റൂട്ട്സ് ആണ്. ക്യൂബ് റൂട്ട് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ടിൽ പറഞ്ഞ പോലെ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ട്സ് ഒന്ന് പഠിച്ചു വയ്ക്കണം, എന്നിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 10 വരെയുള്ള 10 നമ്പേഴ്സിൻ്റെ ആദ്യത്തെ 10 നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം 1 ക്യൂബ് എത്രയാണ്? 1 ആണ്. 2 ക്യൂബ് 8 ആണ്. 3 ക്യൂബ് 27 ആണ്. 4 ക്യൂബ് 64 ആണ്. 5 ക്യൂബ് എത്രയാണ്? 125 ആണ്. 6 ക്യൂബ് 216 ആണ്. 7 ക്യൂബ് 343. 8 ക്യൂബ് 512. 9 ക്യൂബ് 729. 10 ക്യൂബ് 1000. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. കൂടുതലൊന്നും വേണ്ട, 10 വരെയുള്ളത്, ബാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നോക്കിയേ, 1 ക്യൂബ് എൻഡ് ചെയ്യുന്നത് ഏതിലാണ്? 1ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. 2 ക്യൂബ് എൻഡ് ചെയ്യുന്നത് 8ലാണ് അല്ലേ? അതുപോലെ 8 ക്യൂബ് എൻഡ് ചെയ്യുന്നത് എത്രയിലാണ്? 2ലാണ് എൻഡ് ചെയ്യുന്നത്. നമ്മൾ സ്ക്വയറിൽ ചെയ്ത പോലെ തന്നെയാണ് നമ്പേഴ്സ് എൻഡ് ചെയ്യുന്നത് ഏതിലെന്ന് വെച്ച് നോക്കിയിട്ട് നമ്മൾ ആ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത്. 2 ക്യൂബ് എൻഡ് ചെയ്യുന്നത് 8ലാണ്. അതുപോലെ 8 ക്യൂബ് എൻഡ് ചെയ്യുന്നത് 2ലാണ്. അപ്പോൾ 2 വന്നാൽ 8ൽ എൻഡ് ചെയ്യും, 8 വന്നാൽ 2ൽ എൻഡ് ചെയ്യും. 3 ആണെങ്കിലോ 7ലാണ്, 7 ആണെങ്കിൽ 3ലാണ്. 3 വന്നാൽ 7ൽ എൻഡ് ചെയ്യും, 7 വന്നാൽ 3ൽ എൻഡ് ചെയ്യും. 4 ആണെങ്കിൽ 4ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. 5 ആണെങ്കിൽ 5ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. 6 ആണെങ്കിൽ 6ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. അതുപോലെ 9 ആണെങ്കിൽ 9ൽ തന്നെ എൻഡ് ചെയ്യും. 10 ആണെങ്കിൽ 0 ആണ് വരുന്നതെങ്കിൽ 0ൽ തന്നെ എൻഡ് ചെയ്യും. അത്രയും ക്ലിയർ ആണല്ലോ. അതായത് ഈ പറഞ്ഞത് എന്താണ്? 2 വന്നു കഴിഞ്ഞാൽ അത് ഏതിൽ എൻഡ് ചെയ്യും? 8ൽ എൻഡ് ചെയ്യും. ഇനി 8 വന്നാൽ അത് എന്ത് ചെയ്യും? 2ൽ എൻഡ് ചെയ്യും. ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 വന്നാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് ഏതിൽ എൻഡ് ചെയ്യും? 8ൽ എൻഡ് ചെയ്യും. ലാസ്റ്റ് ഡിജിറ്റ് 8 വന്നാൽ എന്ത് ചെയ്യും? 2ൽ എൻഡ് ചെയ്യും. അതുപോലെ 3 ആണ് വരുന്നതെങ്കിൽ എവിടെ എൻഡ് ചെയ്യും? 7ൽ എൻഡ് ചെയ്യും. 7 ആണ് വരുന്നതെങ്കിൽ എവിടെ എൻഡ് ചെയ്യും? 3ൽ എൻഡ് ചെയ്യും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് പെയർ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടാണ്. 2 വന്നാൽ 8ൽ എൻഡ് ചെയ്യും, 8 വന്നാൽ 2ൽ, 3 വന്നാൽ 7ൽ, 7 വന്നാൽ 3ൽ. ഇനി 4ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. 5 5ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. 6 6ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. 9 9ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. 0 0ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണെങ്കിൽ ഇനി ഒന്നുമില്ല. എത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞു എന്നാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 4096. ഇതാണ് നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കേണ്ട. ഇതിൻ്റെ ക്യൂബ് റൂട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചപ്പോൾ എന്താ ചെയ്തത്? സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചപ്പോൾ സ്ക്വയറിനെ കാണിക്കുന്ന നമ്പർ 2 ആണ്. ആ 2 അത്രയും എണ്ണം നമ്പർ എന്ത് ചെയ്തു? നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റി കോമ കൊടുത്തു. ഇവിടെ ക്യൂബിനെ കാണിക്കുന്ന നമ്പർ 3 ആണ്. അതുകൊണ്ട് തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 ഡിജിറ്റ് മാറ്റി കോമ കൊടുത്തു. അത്രയും ഓക്കെ അല്ലേ? അവിടെ 2 ഡിജിറ്റ് ആയിരുന്നു. അവിടെ സ്ക്വയറിനെ കാണിക്കുന്ന നമ്പർ 2 ആയതുകൊണ്ട് 2 ഡിജിറ്റ് മാറ്റി കൊടുത്തു. ഇവിടെ ക്യൂബിനെ കാണിക്കുന്ന നമ്പർ 3 ആയതുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 ഡിജിറ്റ് മാറ്റി ഒരു കോമ കൊടുത്തു. ഇനി ഇവിടെ നമ്മുടെ നമ്പർ എൻഡ് ചെയ്യുന്ന ഏതിലാണ്? 6ലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യൂബ് റൂട്ട് ഏതിലാണ് എൻഡ് ചെയ്യുന്നത്? 6ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതായി. ഇനി ഇപ്പുറത്തുള്ള ഡിജിറ്റ് ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്ക് കോമയ്ക്ക് ശേഷം അവിടെ നമ്മൾ എന്താ കണ്ടുപിടിച്ചേ? ആ നമ്പറോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള സ്ക്വയർ നമ്പർ എടുത്തു, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു. ഇവിടെ എന്ത് ചെയ്യുക? ക്യൂബ് എടുത്താൽ മതി. ക്യൂബ് നമ്പർ എടുക്കുക, ക്യൂബ് റൂട്ട് എടുക്കുക. 4 ക്യൂബ് ആണെങ്കിൽ ഇവിടെ വരുന്ന നമ്പർ ക്യൂബ് ആണെങ്കിൽ അതിന് തന്നെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഇനി ക്യൂബ് അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള തൊട്ട് താഴെയുള്ള ക്യൂബ് നമ്പർ എടുക്കുക, അതിന് ക്യൂബ് റൂട്ട് എടുക്കുക. ഇവിടെ 4 ആണ്. 4ന് താഴെ വരുന്ന ക്യൂബ് പെർഫെക്റ്റ് ക്യൂബ് ഏതാ വരുന്നത്? 1 ഉള്ളൂ അല്ലേ? അപ്പോൾ 1ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പം നമ്മുടെ ആൻസർ 16. സ്ക്വയർ റൂട്ടിനേക്കാളും എളുപ്പമാണ്. അവിടെ ചിലപ്പോൾ 2 ഇതിൽ വന്നിട്ട് വീണ്ടും നമ്മൾ അതിൽ ഏതാണെന്ന് നോക്കേണ്ടി വരും. ഇവിടെ അതൊന്നുമില്ല.
ഇത്രയും ചെയ്താൽ തന്നെ ആൻസറായി. 16 ആണ് നമ്മുടെ ക്യൂബ് റൂട്ട്. ഇതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 16 ആണ്. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 4913. ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണണം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 4913. എന്ത് ചെയ്യുക? 3 ഡിജിറ്റ് മാറ്റി കോമ കൊടുക്കുക. ഇവിടെ 3യിലാണ് നമ്മുടെ നമ്പർ എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഏതിൽ എൻഡ് ചെയ്യും? 7ൽ എൻഡ് ചെയ്യും അല്ലേ? 3 വന്നാൽ 7 ആണ്. 7ൽ എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. ഇനി ഇവിടെ നമ്പർ 4 ആണ്. 4ന് താഴെയുള്ള ക്യൂബ് നമ്പർ ഏതാണ്? 1 ആണ്. 1ൻ്റെ ക്യൂബ് റൂട്ട് 1 ആണ്. സോ ആൻസർ ഈസ് 17. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഈ നമ്പർ ഇതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? 3 ഡിജിറ്റ് മാറ്റി എന്ത് ചെയ്യുക? കോമ കൊടുക്കുക. ഇവിടെ 3 ഡിജിറ്റ് മാറ്റി കോമ കൊടുത്തു. ഇവിടെ 4ലാണ് നമ്മുടെ നമ്പർ എൻഡ് ചെയ്യുന്നത്. 4ൽ എൻഡ് ചെയ്താൽ അതേ 4ൽ വരുന്ന നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് ഏതാണ്? 4 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 ആണ്. ഇനി 13 ക്യൂബ് നമ്പർ ആണോ? അല്ല, ക്യൂബ് നമ്പർ അല്ല. അപ്പോൾ 13നേക്കാൾ ചെറിയ ക്യൂബ് നമ്പർ, 13നേക്കാൾ ചെറിയ ക്യൂബ് നമ്പർ ഏതാ വരുന്നത്? 8 ആണ് വരുന്നത് അല്ലേ? 8ൻ്റെ ക്യൂബ് റൂട്ട് ഏതാണ്? 8ൻ്റെ ക്യൂബ് റൂട്ട് 2. അപ്പോൾ ആൻസർ 24. ഓക്കെ. ഇതും പഠിച്ച് ഈ എൻഡ് ചെയ്യുന്നത് ഒന്ന് ഓർത്ത് വച്ചിരുന്നാൽ മാത്രം, അല്ലെങ്കിൽ ഇത് മാത്രം പഠിച്ചിരുന്നാലും മതി, നമുക്കിത് കിട്ടിക്കോളും. ഈ 10 വരെയുള്ള ക്യൂബ് പഠിച്ച് വച്ചിരുന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു നമ്പറിൻ്റെയും ക്യൂബ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇപ്പോൾ 24 ആയി. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ക്യൂബ് റൂട്ട്, ഈ നമ്പറിൻ്റെ ഒരു ക്യൂബ് റൂട്ട് എന്ത് ചെയ്യുക? 3 ഡിജിറ്റ് മാറ്റി കോമ കൊടുത്തു. ഇവിടെ 3യിലാണ് നമ്പർ എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. 3യിലാണെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് ഏതിലാണ് എൻഡ് ചെയ്യുന്നത്? 7ലാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ? 7ലാണ് എൻഡ് ചെയ്യുന്നത്. ഇനി 103ക്ക് താഴെയുള്ള ഏതാണ് ക്യൂബ് നമ്പർ? 103ക്ക് താഴെയുള്ള ക്യൂബ് നമ്പർ ഏതാ? നമ്മളിവിടെ 4ൻ്റെ ക്യൂബ് 64 ആണല്ലേ? അത് കഴിഞ്ഞ് പിന്നെ 5 വരുമ്പോഴത്തേക്ക് 125 ആകും. അപ്പം നമുക്കിവിടെ ഏതാണ്? 64 എടുത്താൽ മതി. 64ൻ്റെ ക്യൂബ് റൂട്ട് ഏതാണ്? 4 ആണ്. അപ്പം ആൻസർ 47. എളുപ്പമല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് ദിസ് നമ്പർ. എന്ത് ചെയ്യുക? 3 ഡിജിറ്റ് മാറ്റി എന്ത് ചെയ്യുക? കോമ കൊടുക്കുക. ഇവിടെ 7 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 7 ആയതുകൊണ്ട് അത് ഏതിലായിരിക്കും എൻഡ് ചെയ്യുന്നത്? 3യിലായിരിക്കും. 3ൽ എൻഡ് ചെയ്യുന്നു. ഇനി 250ക്ക് താഴെയുള്ള ക്യൂബ് നമ്പർ, 250ക്ക് താഴെയുള്ള ക്യൂബ് നമ്പർ ഏതാ വരുന്നത്? 6 ക്യൂബ് ആണല്ലേ? 216. 7 ക്യൂബ് എടുക്കുമ്പോൾ അത് 343 ആയിപ്പോൾ. ഇതിനേക്കാൾ കൂടി പോകും, അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ളതാണ് 216 ആണ്. അതായത് 6ൻ്റെ അതിൻ്റെ ക്യൂബ് റൂട്ട്, അതായത് 6. അപ്പം ഇതിൻ്റെ ക്യൂബ് റൂട്ട് ഏതാണ്? 63. മനസ്സിലാവുന്നുണ്ടോ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. 42185. ഇതിൻ്റെ ക്യൂബ് റൂട്ട് എന്ത് ചെയ്യുക? എളുപ്പമാണ്. 3 ഡിജിറ്റ് മാറ്റി കോമ കൊടുക്കുന്നു. ഇവിടെ 5ലാണ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂബ് റൂട്ടും എന്തെങ്കിലും എൻഡ് ചെയ്യും? 5ൽ എൻഡ് ചെയ്യും. ഇനി 421ന് മുമ്പുള്ള ക്യൂബ് നമ്പർ ഏതാ? 421 എന്ന് പറയുമ്പോൾ ഇത് ഇവിടെയാണ് വരുന്നത് അല്ലേ? അതായത് 7 ആണ് വരുന്നത് അല്ലേ? അതിൻ്റെ ക്യൂബ് റൂട്ട് 343 വരും. അതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 7 ആണ്. സോ ആൻസർ ഈസ് 75. എളുപ്പമല്ലേ? വേറെ ഒന്നുമില്ല. എന്താ ചെയ്യട്ടെ? തന്നേക്കുന്ന നമ്പറിൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 ഡിജിറ്റ് മാറ്റി ഒരു കോമ കൊടുക്കുക. ആ തന്നേക്കുന്ന നമ്പർ ഏതിലാണോ എൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ എൻഡ് വാല്യൂ എടുക്കുക. അത് ഇതനുസരിച്ചാണ്. 2ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് ഏതിൽ എൻഡ് ചെയ്യും? 8ൽ എൻഡ് ചെയ്യും. 8ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് ഏതിൽ എൻഡ് ചെയ്യും? 2ൽ എൻഡ് ചെയ്യും. ഇനി 3 ആണ് വരുന്നതെങ്കിൽ 7ൽ എൻഡ് ചെയ്യും. 7 ആണ് വരുന്നതെങ്കിൽ 3ൽ എൻഡ് ചെയ്യും. 4 ആണെങ്കിൽ 4ൽ എൻഡ് ചെയ്യും. 5 ആണെങ്കിൽ 5ൽ, 6ൽ തന്നെ 9ൽ തന്നെ 0ൽ തന്നെ വരും. ഇത് ഇത്രയും 10 വരെയുള്ള നമ്പർ ക്യൂബ് പഠിച്ചു വച്ചിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് പഠിച്ചു വയ്ക്കുക. ഇത് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയായിരിക്കും. ഏതാണ്ടൊരു 6 ക്യൂബ് വരെയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ബാക്കി കുറച്ചുകൂടെ പഠിച്ചാൽ പോരെ? എളുപ്പമല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇവിടെ ഒരു 29791 ഈ നമ്പർ, ഇതിൻ്റെ ക്യൂബ് റൂട്ട് എന്ത് ചെയ്യുക? 3 ഡിജിറ്റ് മാറ്റി എന്ത് ചെയ്യുക? ഒരു കോമ കൊടുക്കുക.
ഇവിടെ 1-ലാണ് എൻഡ് ചെയ്യുന്നത്, നമ്പർ 1-ലാണ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂബ് റൂട്ടും എന്ത് ചെയ്യും, എൻഡ് ചെയ്യുന്നത് ഏതിലാണ് എൻഡ് ചെയ്യുന്നത്, 1-ലാണ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ 29 ആണ്. അപ്പോൾ 29-നേക്കാൾ ചെറിയ ക്യൂബ് നമ്പർ ഏതാണ്, 27 ആണ് വരുന്നത്. 27ൻ്റെ ക്യൂബ് റൂട്ട് ഏതാണ്, 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്, 31. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഒരു നമ്പർ കൂടെ എടുക്കാം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 9419192. ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കാം. എന്ത് ചെയ്യുക, 3 ഡിജിറ്റ് മാറ്റി കോമ കൊടുക്കുക. 2-ല എൻഡ് ചെയ്യുന്നത്, 2-ൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് അതായത് അതിൻ്റെ ക്യൂബ് റൂട്ട് ഏതിൽ എൻഡ് ചെയ്യും, 8-ൽ എൻഡ് ചെയ്യും. ഇനി 941, അത് 941-നേക്കാൾ ചെറിയ ക്യൂബ് നമ്പർ ഏതാണ് വരുന്നത്, 9-ൻ്റെ ക്യൂബാണ് വരുന്നത് അല്ലേ. 10 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് 1000 ആവും. 10 വരുമ്പോൾ 1000, അപ്പോൾ 1000-നേക്കാൾ ചെറുതാണ്. അപ്പോൾ തൊട്ടടുത്ത നമ്പർ നമ്മൾ നോക്കുക, 9 അല്ലേ, 9-ൻ്റെ അല്ലേ എൻഡ് ചെയ്യുന്നത്, 729 വരും. അപ്പം 9 ആണ് വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ 98. ഇത് പഠിച്ചു വെക്കുക. നമ്മൾ ഒരു കാൽക്കുലേഷൻ വേണം കേട്ടോ. ഈ നമ്പർ, ഈ ക്യൂബ് പഠിച്ചു വെച്ചിരുന്നാലേ നമുക്ക് ഇവിടുത്തെ ഇത് കിട്ടത്തുള്ളൂ. 10 വരെയുള്ള 10 നമ്പേഴ്സിൻ്റെ ക്യൂബ് പഠിച്ചു വെച്ചിരുന്നാലേ ഈ നമ്പർ എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എളുപ്പമല്ലേ? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ കുറച്ച് സ്ക്വയർ റൂട്ടിനേക്കാൾ എളുപ്പമാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ അല്ലേ?